സത്യന സിനിമ കണ്ടു ഇന്നലെ, എനിക്കിഷ്ടപ്പെട്ടു. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഈ ഒരു മിഥ്യാഭിമാന ബോധവും അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുരഭിമാനവും ഒക്കെ ഭരിക്കുന്ന ഒരു കഥ പറച്ചിൽ സ്വഭാവ പരിസരത്ത് നിന്ന് മാറി അതിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കഥ ഡെബ്യൂ സിനിമയായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ധൈര്യം പോരാത്ത ഒരു പ്രവൃത്തിയാണ്, മലയാള സിനിമയിൽ പ്രത്യേകിച്ച്. അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത് ഒരു വെല്ലുവിളിയായിരിക്കും, ഒരുപക്ഷെ വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ പല അടരുകളിലുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. ഈ നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ, രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ ആദ്യ സിനിമയായി വേണോ എന്ന് ചിന്തിച്ചില്ലേ? ആക്ച്വലി ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത സിനിമ, എൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്ന സിനിമ പുഴുവല്ല. അതിന്റെ ചർച്ചകളും പക്ഷെ അതും ഒട്ടും അങ്ങനെ പറയാം, നമ്മളെന്താ വളരെ ഇതായിട്ടുള്ളൊരു വലിയൊരു മാസ് സിനിമ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പാൻഡമിക് വരുന്നതും ഈ ഒരു കഥ എൻ്റെ മുന്നിലേക്ക് വരുന്നതും. അപ്പം അത് വായിച്ചപ്പം അതിലെ രാഷ്ട്രീയം എന്ന് അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് എന്ന് പറയുന്ന ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് പറയേണ്ടതാണ്, ഇത് ടച്ചിങ് ആണ്, ഇത് സംഭവിക്കുന്നതാണ്, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അപ്പൊ എനിക്ക് അതിൽ അങ്ങനെ ഒരു വലിയ ആശങ്കകളൊന്നുമില്ല, കാരണം ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അങ്ങനെ അയ്യോ ഇത് എനിക്ക് ആദ്യം പറഞ്ഞ അങ്ങനെ അതൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ സിനിമ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിനെ വളരെ എന്താ പറയാ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് ഞാൻ എടുത്തിരുന്നത്. കാരണം മമ്മൂക്ക നെഗറ്റീവായിട്ട് വരുന്ന ഒരു സിനിമ അതിനെ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ആ ഒരു കണ്ടന്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ള ചാലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. അല്ലാണ്ട് ഇതുകൊണ്ട് എനിക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഒരു കടുത്ത ഫാനാണ് റത്തീന എന്നാണ് മിക്കവാറും ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിനിമയല്ല, ഒരു വലിയ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പിന്നീട് ഈ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയിലേക്ക് വന്നു. അപ്പോൾ ഈ ആഗ്രഹിച്ചതല്ല നടന്നത് സിനിമയിലേക്ക് വരുമ്പോൾ എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അതൊരു പ്രശ്നമല്ല, ഞാനൊരു സിനിമ ചെയ്തു, എൻ്റെ ആഗ്രഹം മമ്മൂക്കയെ വെച്ച് നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ള, വലിയ സിനിമ ചെയ്യുക എന്നല്ല, നല്ല ഒരു സിനിമ ചെയ്യുക. അന്നേരം ഒരാഗ്രഹം ഉണ്ടാവില്ല, നമുക്കുണ്ടാവില്ല തിയേറ്ററിൽ വിസിലടിക്കുന്ന സിനിമ എന്നുള്ളൊരു ചിന്ത, അത് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ആ ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് യാദൃശ്ചികമായിട്ട് മുന്നിൽ വരികയും ഇതിൽ നമ്മൾ ഒരു വാവ് ഫാക്ടർ എവിടെയോ നമുക്ക് തോന്നില്ലേ അപ്പം അതിൽ ഓക്കെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണെന്നുള്ള നല്ല ഒരു എന്താ പറയാ, ഇതിൽ മമ്മൂക്കയുടെ അഭിനയം മമ്മൂക്കയാണത്, അതിലെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഒരു സഞ്ചാരമാണ്. അപ്പൊ അതിന് എത്രത്തോളം അഭിനയ മുഹൂർത്തങ്ങളുണ്ടെന്നുള്ളത് നമുക്കതിൻ്റെ ഇത് വായിക്കുമ്പോൾ, പ്ലോട്ട് വായിക്കുമ്പോൾ തന്നെ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ മമ്മൂക്ക ഫാനാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുക എന്താ പറയുക, മമ്മൂക്ക ഏറ്റവും വ്യത്യസ്തനായ, ഏറ്റവും ഗംഭീര, അതായത് മമ്മൂക്ക എന്ന എന്താ പറയുക നമ്മളെ നടന വിസ്മയത്തിനെ നമുക്ക് ഇത്രയും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതല്ലേ ഞാൻ ആസ് എ ഫാൻ ഞാൻ ആദ്യം ചിന്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ വരുമ്പം ഞാൻ അതിനെ കളയില്ലല്ലോ. ഞാനായിട്ട് ആസ് എ ഫാൻ ഇതാണ് ഇങ്ങനെ ഒരു മമ്മൂക്കയെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മമ്മൂക്കയെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ വന്നപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അതിലേക്ക് പോയി. വളരെ സെറ്റിലായി തന്നെ സമ്പൂർണമായി പറഞ്ഞു പോകേണ്ട ഒരു കഥയാണിത്. ആ അഭിനയ രീതിയൊക്കെ മമ്മൂക്ക ആ രീതിയിൽ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മമ്മൂക്ക മാത്രമല്ല, പാർവതി ആ വരച്ച ഒരൊറ്റ വരയിലൂടെയാണ് ആ കഥാപാത്രത്തെ കൊണ്ടുപോയിരിക്കുന്നത്. വന്നു പോയ മുഴുവൻ അഭിനേതാക്കളും അത് അങ്ങനെ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ആഖ്യാന സ്വഭാവം വളരെ ലൗഡാണ് മറ്റൊരു തരത്തിൽ പറയുമ്പോൾ. കാരണം വളരെ കൃത്യമായി വെർബലായി തന്നെ ഓരോന്നും പറഞ്ഞു വെച്ച് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമാണോ അങ്ങനെ ചെയ്തത്? നമ്മൾ വളരെ ഒരു കഥാപാത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയപരിധിയുണ്ട് അല്ലേ? ഒരു കഥാപാത്രം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചിലത് നമ്മൾ ലൗഡായിട്ട് പറയേണ്ടത് ലൗഡായിട്ട് പറയണം. സിനിമയിൽ പറയും ക്ലീഷയായിട്ട് തന്നെ വരും. സിനിമയിൽ ലൗഡാകുന്നത് ലൗഡായിട്ട് തന്നെ പറയണം. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാവരും ഒരേ ചിന്തയിൽ ചിന്തിക്കുന്നവരല്ല, ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അപ്പം നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ലൗഡായി പറയുന്നത് ലൗഡായിട്ട് പറയുക, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ നമ്മൾ അതിനെ മാക്സിമം അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ കുട്ടപ്പന്റെ കഥാപാത്രം ഒരു
സമ്പൂർണ്ണ നാടകകാരനാണ്. അതെ. അപ്പോൾ ആ വേദിയിലും അല്ലാത്തപ്പോഴും ഒരു നാടകീയത അദ്ദേഹത്തിന്റെ സംഭാഷണ ശകലങ്ങളിലുണ്ട്. അതേസമയം നമ്മളിപ്പം അത് ബോധപൂർവം വരുത്തി വെച്ചതാണോ അതോ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അങ്ങനെ പറ്റൂ എന്നതുകൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ബാക്കി എല്ലാ കഥാപാത്രങ്ങളും വളരെ സ്വാഭാവികമായി സംസാരിച്ചാണ് പോകുന്നത് സിനിമയിൽ. മമ്മൂക്ക തന്നെയാണെങ്കിലും സംസാരിക്കുന്നത് വളരെ സ്വാഭാവികമാണ്, പാർവതിയാണെങ്കിലും വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ സംഭാഷണം വേറിട്ട് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? ശശിയേട്ടൻ മുമ്പും സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും. അന്ന് ഇതേ ഒരു തോന്നല് ഹർഷന് തോന്നിയിരുന്നു ഏതെങ്കിലും കഥാപാത്രത്തിൽ? ഇല്ലല്ലോ, ഇത്രയും മുഴുനീള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അതില് അദ്ദേഹം, പക്ഷെ ഇതില് കുട്ടപ്പൻ എന്ന ആൾ അങ്ങനെയാണ്. കുട്ടപ്പന്റെ ഇരുത്തം, അയാളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അയാൾ പലതും എന്താ പറയാ, പല രീതികളിലൂടെയും വളർന്നു വന്ന അയാൾ പറയുന്നുണ്ട്. ടീച്ചറിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ അയാളുടെ ചെറിയ കാലഘട്ടം മുതൽ അയാൾ ഇന്ന് വരെ അയാൾ സഞ്ചരിച്ച വഴികൾ അയാളെ അങ്ങനെ ഒരു ആളാക്കി മാറ്റിയതാണ്. അപ്പൊ അയാൾ എപ്പോഴും തലയുയർത്തി, എപ്പോഴും എന്ത് ഇവിടെ സംഭവിച്ചാലും കൂളായിട്ട് നിൽക്കുന്ന അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത്. കുട്ടപ്പൻ എന്ന നാടകക്കാരനാവുമ്പോൾ, നാടകരചയിതാവും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള ഒരാളാവുമ്പോൾ അയാൾ ഈ ലോകത്തിനെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. ആ സ്വഭാവ സവിശേഷതയാണ് കുട്ടപ്പന്റെ കഥാപാത്രത്തിനുള്ളത്. റൈറ്റ്, അതാണ് അത് സൂക്ഷ്മമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ പറയുന്ന കഥ, അതായത് ഒപ്പം ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തിന് പക്ഷേ കയ്യക്ഷരത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു സംശയമാണ് എന്ന്, ഞാൻ എഴുതുന്നത് തന്നെയാണോ എന്നുള്ള സംശയം പറഞ്ഞു വെക്കുന്നത് കൃത്യമാണ്. കാരണം ജാതീയത എങ്ങനെയാണ് പ്രവർത്തിക്കുക, അതെങ്ങനെയാണ് അനുഭവിക്കുക എന്ന് അനുഭവിച്ചുള്ള ആൾക്ക് പറയാൻ പറ്റുള്ളൂ, വിശദീകരിക്കാൻ പറ്റൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വളരെ കൃത്യമായി അവിടെ പറഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, അതിൽ തന്നെ ആ സീനിൽ തന്നെ കുട്ടപ്പൻ മറ്റൊരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. കുട്ടപ്പനോട് പറയുന്നുണ്ട്, അപ്പോഴും പുള്ളിക്ക് ഇതൊക്കെയും ഞാനിതെത്ര കണ്ടിരിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. അയാളുടെ ഒരു എല്ലാ പ്രവൃത്തിയിലും ഉണ്ട്. അത് അയാളുടെ എല്ലാ പ്രവൃത്തിയിലും ഞാനിതെത്ര കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണ് ആ കുട്ടപ്പന്റെ കഥാപാത്രം ഒരു വേറെ തന്നെ നിൽക്കുന്നത്. ഇവിടെയുള്ള ആ സിനിമയിലെ മറ്റുള്ളവർ നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന ആളല്ല കുട്ടപ്പൻ. അത് മറ്റൊരു ചുറ്റുപാടിലും അനുഭവങ്ങളിലും ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടപ്പൻ വേറിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു സംശയം, ഇതൊരു പാൻ ഇന്ത്യൻ പശ്ചാത്തലമാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് പറയണോ, അതൊരു കേരളീയ പശ്ചാത്തലമാണോ എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുക. കാരണം എൻ്റെതായ കുറെ സംശയങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ സിനിമ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക്, മമ്മൂക്ക ഫാൻ എന്ന നിലയ്ക്ക് ഒക്കെയാണ് ഇരുന്ന് കണ്ടത്. പക്ഷെ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ അവശേഷിച്ച ചില സംശയം തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം ഇത് ഒരു ഇന്ത്യൻ പശ്ചാത്തലം എന്ന് പറയണോ അതോ കേരളീയ പശ്ചാത്തലം എന്ന് പറയണോ? ഇന്ത്യൻ പശ്ചാത്തലം തന്നെയാണത്. കാരണം കേരളം ഇന്ത്യയിലാണല്ലോ. അപ്പം അതിൽ തന്നെ കുട്ടപ്പൻ പറയുന്നത് ഇന്ത്യക്കാരനായത് കൊണ്ടാണ്. കുട്ടപ്പനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവാർഡ് കിട്ടിയ സമയത്ത് എന്താണ് പ്രചോദനം എന്ന്. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതാണ് എൻ്റെ പ്രചോദനം. അതുപോലെ തന്നെ കേരളവും ഇന്ത്യയിലാണ്. പക്ഷെ അതല്ല, ഞാനിപ്പോ മലയാളത്തിൽ ഈ കഥ പറഞ്ഞു എന്നത് ഒഴിച്ചാൽ ഇതൊരു ഇന്ത്യൻ പശ്ചാത്തലമാണ് എന്ന് തന്നെ പ്രത്യേകത തന്നെ പറയുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് മനസ്സിലായി, എനിക്കത് ക്ലിയർ ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവതരിപ്പിക്കുന്നത് പോലെ ഒരു ബ്രാഹ്മണൻ ഇപ്പുറത്ത് ദളിതൻ എന്ന നിലയ്ക്കാണ് ഈ ജാതീയതയെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന അയിത്തത്തെയോ ഈ ദുരഭിമാന ബോധത്തെയോ ഒക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളീയ പശ്ചാത്തലത്തിൽ പക്ഷേ ഇപ്പോൾ ഏത് ജാതിയിലും സവർണനെ കാണാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് നോക്കിയാൽ ഒരു ഇന്ത്യൻ സാഹചര്യം പറഞ്ഞു വെക്കുന്ന സിനിമ എന്ന് അതിനെ പ്രത്യേകം വിശദീകരിക്കുമ്പോൾ എൻ്റെ സംശയം തീർന്നു കേട്ടോ. അവിടെ കേരളത്തിലും ഉണ്ട്, തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളവും ഇന്ത്യയിലാണല്ലോ. തീർച്ചയായും ആ ഒരു സവർണ പശ്ചാത്തലം എല്ലായിടത്തും ഉണ്ട്. ഇനി എനിക്ക് റത്തീന എങ്ങനെ സിനിമയിലേക്ക് വന്നു എന്നൊക്കെയുള്ളത് ഒത്തിരി പേര് പല വഴിക്ക് ചോദിച്ച് തീർത്തു കഴിഞ്ഞു. പക്ഷെ അതിൽ റത്തീന പറയുന്ന ഒരു മറുപടി ഏറെ കൗതുകകരമായിരുന്നു. ഉപ്പുപ്പയാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ആഗ്രഹവും ആ സിനിമ കണ്ട് ആസ്വദിക്കാനുള്ളതാണെന്നുള്ള ബോധമൊക്കെ ഉണ്ടാക്കിയത്. പെട്ടെന്നൊരാൾ കേൾക്കുമ്പോൾ മലബാറിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ അങ്ങനെ ഒരു ഉപ്പുപ്പ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഉപ്പുപ്പ ഉണ്ടായിരുന്നു എന്നും ഒക്കെ കേരളീയ പൊതുബോധം അങ്ങ് വിശ്വസിക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. എനിക്ക് വ്യക്തിപരമായി അറിയാം കേട്ടോ ഒത്തിരി കുടുംബങ്ങളെ, പക്ഷെ അത് വിശ്വസിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞാൽ? വല്യപ്പ എല്ലാ ദിവസവും സിനിമ കാണുമായിരുന്നു അത്ര. ഞാൻ ജനിക്കണതിൻ്റെ മുന്നേ ഉള്ള കഥകൾ നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ. അപ്പോൾ പണ്ട് ഒരു റെക്കോർഡ് ഏതോ ഒരു റാഫിയുടെയോ മറ്റോ 65 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നിട്ട്, അന്ന് 65 രൂപയ്ക്ക് വലിയ മൂല്യമുള്ള കാലത്ത് വാങ്ങിച്ചു വന്നിട്ട് അന്ന് വല്യമ്മ വീട്ടിൽ വൻ കലാപം ഉണ്ടാക്കിയ കഥകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അത് വീട്ടിൽ ഒരുപാട് ടൈപ്പ് ഓഫ് റേഡിയോ, മറ്റേ റെക്കോർഡ് സിസ്റ്റം, പല തരത്തിലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം ഈ സിനിമയാണ് ഞങ്ങളെപ്പം കാണുന്നത്. വീട്ടിൽ ഈ ഒരു റെക്കോർഡിൻ്റെ മേലെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ
പുള്ളി ഞാനൊക്കെ കുറച്ച് ഇതാകുമ്പോഴത്തേനും TV-യുടെ ഒരു ഇത് വന്നല്ലോ. അപ്പം വൈകുന്നേരം സിനിമകളുണ്ട്. അപ്പം വല്യപ്പ ഒരു സിനിമ കളിക്കുമ്പം ആ സിനിമ വല്യപ്പ കണ്ട കാലത്തെ കഥ കൂടെ പറയും. അപ്പം വല്യപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയായിരുന്നു ഓമന എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പഴയ ഓമന, ഭയങ്കര സുന്ദരിയായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഉമ്മാച്ചു അവരുടെ സിനിമയാണ്, ഒത്തിരി പഴയ കുട്ടിക്കുപ്പായത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരെ വല്യപ്പയ്ക്ക് ഭയങ്കര ആരാധനയാണ്. അത് വല്യപ്പ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും വല്യപ്പ എപ്പോഴും ഭയങ്കര കോൺവെർസേഷൻ. അപ്പം വല്യപ്പ മരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ വളരെ കഥകൾ പറയും, പല കഥകൾ പറയും. അപ്പം അതിൽ കൂടുതലും സിനിമയുടെ ആയിട്ട് ബന്ധപ്പെടും. കാരണം എനിക്ക് അതിലൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പുള്ളിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സിനിമയായിട്ട് ഈ സിനിമ കാണാം. പിന്നെ തെലുഗു സിനിമ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്നതും അതായത് ഇന്നത്തെ പോലെ ഡബ്ബിങ് അല്ലാതെ വന്നുകൊണ്ടിട്ട് ആളുകൾ പോയി കണ്ടോണ്ടിരുന്നു എന്നുള്ളത്. അത് പ്രഭാത് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊരു ടാക്കീസ് ഉണ്ട്, അവിടെയായിരുന്നു അന്യഭാഷാ ചിത്രം വന്നുകൊണ്ടില്ല. അപ്പം അത്രയും പുള്ളി എനിക്ക് ഓരോരോ കഥകളും, പുള്ളി സിനിമ കാണാൻ പോയതും അത് കണ്ട ശേഷം ഉള്ളതും, അങ്ങനെ ഈ റെക്കോർഡ് വാങ്ങുമ്പം വല്യമ്മ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ സിനിമ കഥകൾ എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു എൻ്റെ ഒരു ഇത്. ഒരു പക്ഷെ അവിടെ നിന്ന് ഈ സിനിമയോടുള്ളൊരു താല്പര്യം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ടാക്കീസും കാര്യങ്ങളും, എല്ലാവരും സിനിമ കാണുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ് വീട്ടിൽ. അപ്പം എല്ലാവരും സിനിമയ്ക്ക് പോവാ എന്ന് പറഞ്ഞാൽ പോവാം എന്ന് പറയുന്ന ഒരു ചുറ്റുപാടും ഉള്ളത് കൊണ്ട് എനിക്ക് ഈ സിനിമ ഒരു അകലത്തെ വിൽക്കേണ്ട ഒരു സാധനമാണെന്ന് ഞങ്ങളുടെ ഫാമിലി. പക്ഷെ സിനിമയിലേക്ക് ഒരു സംവിധായിക എന്നുള്ള നിലയ്ക്ക്, മലയാളി സംവിധായിക എന്ന നിലയ്ക്ക്, മലബാറിൽ നിന്നുള്ള മലയാളി മുസ്ലിം വനിത എന്ന നിലയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ അത് കൗതുകത്തോടെയൊക്കെ തന്നെ ആയിരിക്കും കേരളീയ പൊതുസമൂഹം വീക്ഷിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടോ, പ്രത്യേകിച്ച് ഈ കാലത്ത്? അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള, നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇപ്പം എനിക്കും ഫസ്റ്റ് ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റാതിരുന്നത് എനിക്ക്. കാരണം ഞാനും അന്ന് പിന്നെ നമ്മളും ഇങ്ങനെ കൂടുതൽ ഒരുപാട് സുഹൃത്തുക്കളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മളും ഇങ്ങനെ ഡെവലപ്പ് ആവുന്നത്. ആ ഒരു അവസരങ്ങളും ഒരു ചുറ്റുപാടുകളും ഒക്കെ വരുമ്പോൾ മലബാറിലുള്ള ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സ്ത്രീകൾ പല എന്താ പറയുക ഡോക്ടേഴ്സ് ആയാലും എല്ലാ തരം പ്രൊഫഷനിലും ഇപ്പോൾ ഉണ്ട്. സിനിമയിൽ ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു എന്താ പറയുക ആ ഒരു സിസ്റ്റം അവർക്ക് കൊടുത്തത് സിനിമ എന്തോ ഒരു അകലത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന് എവിടെയോ അവരുടെ മനസ്സിലൊരു ഇതുണ്ടായിരിക്കാം. പക്ഷെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒത്തിരി എന്താ പറയുക, നമ്മൾ ലോക്ക്ഡൗണിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ക്ലിക്കായ പലതും മലബാർ സൈഡിലുള്ള മുസ്ലിം സ്ത്രീകളുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ആരെയും എപ്പോഴും അവർക്ക് ആഗ്രഹങ്ങൾ ഉള്ളിടത്ത് അവർക്ക് അവരുടെ ലിമിറ്റിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എന്താ പറയുക നമ്മളോട് ഇതെങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അത് കൃത്യമാണെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അന്ന് മുതൽ. അങ്ങനെ സഞ്ചരിക്കാൻ ഒരുപാട് പേര് ഉണ്ടാവാം, അവർ വരുമായിരിക്കും, ഇനി വരുന്നുണ്ടാവും. പാർവതി അഭിനയിക്കുന്ന സിനിമ, അവിടെ മമ്മൂക്കയും അഭിനയിക്കുന്ന സിനിമ, അതിന് മുമ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നതിന് മുമ്പ് സുഖകരമല്ലാത്ത കുറേ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എന്താണ് WCCയുടെ പിറവി, അതിനുശേഷം കസബ സിനിമയുമായി ബന്ധപ്പെട്ട് പാർവതി നടത്തിയ പരാമർശങ്ങൾ, അതിനുശേഷം മമ്മൂക്ക ഫാൻസിന്റെ വെല്ലുവിളി, ഇങ്ങനെയുള്ള കുറേ സീനിന് ശേഷമാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കാൻ എത്തുന്നത് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവരെ ഒരുമിച്ച് അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായത് എങ്ങനെയാണ്? എനിക്ക് രണ്ടുപേരെയും കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് അറിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സംഭവം കഴിഞ്ഞ് എനിക്ക് രണ്ടുപേരുമായിട്ടും ഞാൻ എന്താ പറയുക ഇടപഴകിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് അവർ അതിഭീകരമായിട്ട് നമ്മളോടൊന്നും നമുക്കത് കണ്ടിട്ടില്ല. ഞാൻ അത് എവിടെയും അവരുടെ സംഭാഷണങ്ങളിലോ ഒന്നും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവും കണ്ടിട്ടില്ല. പാർവതിയുടെ ഒരു നിലപാട് പറഞ്ഞു. അതിപ്പം മമ്മൂക്ക മറ്റൊരു നിലപാടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് മറ്റൊരു നിലപാടുണ്ട്. ഇപ്പം എന്ന് വെച്ചിട്ട് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരല്ലെന്ന് ഇവർ രണ്ടുപേരെന്നുള്ളതും, നമ്മൾ നല്ല വിവരവും വിദ്യാഭ്യാസവും എന്താ പറയുക അറിവും, മമ്മൂക്കയൊക്കെ അറിയില്ല എത്രത്തോളം അറിവുള്ള ഒരു മനുഷ്യനാണെന്ന്. അത്രയും അറിവുള്ള മമ്മൂക്കയും ഇതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധമൊക്കെ ഉള്ള ആൾ തന്നെയാണ് പാർവതിക്കും നല്ല നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണ്.
ഇവര് അങ്ങനെ ഒരു ഞങ്ങൾ അന്ന് അങ്ങനെ അല്ല അന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിൽക്കുക, അത് അവരുടെ അത്രയും എന്താ പറയുക നമ്മളെ എന്താ പറയുക അതിന് ഏറ്റവും നല്ല കലാകാരന്മാരിൽ നമ്മൾക്ക് മലയാളത്തിന് മലയാള സിനിമയ്ക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2 കലാകാരന്മാർ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് തോന്നിയെങ്കിൽ എന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അങ്ങനെ തിങ്ക് ചെയ്യില്ല അവര്, അല്ലേ? റത്തീന സിനിമയിലുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം സിനിമയിലുണ്ട്. പക്ഷെ അവിടെ നിന്ന് WCCയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പുറത്ത് സിനിമ റിലീസ് ആയതിനു ശേഷമൊക്കെ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, WCCക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പേരും റത്തീനെ വളരെ ആഘോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഈ 2 കൂട്ടർക്കും സ്വീകാര്യയായി എങ്ങനെയാ പോകാൻ പറ്റുന്നത്? അത് ഞാൻ WCCയിലെ അംഗമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നതാണ്, ഞാൻ WCCയുടെ സുഹൃത്താണ്. അംഗമല്ലാത്തത് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നുമല്ല. അത് അങ്ങനെ എൻ്റെ ഒരു നിലപാടുകളും എൻ്റെ ഒരു രീതികളും WCCയിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അതിൽ മെമ്പർ. അപ്പം അവർക്കും എൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് എല്ലാത്തിലും എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ സ്വീകരിക്കുന്നത്. നമ്മളൊരു കളക്റ്റീവിൻ്റെ ഭാഗമാകുമ്പോൾ ആ എന്താണോ അല്ലെ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ അല്ലെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നിലപാടെന്ന് പറയുന്നത് സംഘടനയുടെ നിലപാടായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയുക, എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കാൻ പാടില്ല, ഇല്ലേ? ഏതെങ്കിലും ഒരു പക്ഷെ എൻ്റെ ഒരു സംശയം, ഈ അവസരങ്ങളുടെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കയാണോ ഒരുപക്ഷെ സമ്പൂർണ്ണ WCC ആകുന്നതിൽ നിന്ന് റത്തീനെ വിലക്കുന്നത്? അങ്ങനെയില്ല. കാരണം ഞാൻ ഈ ഇത്രയും വർഷങ്ങൾ വരുമ്പോഴും ആ സമയത്തൊന്നും WCC ഇല്ലല്ലോ, ഈ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. വരുമ്പോഴും ഞാൻ ഇങ്ങനെയൊരു WCC വരുമെന്നും അതിൽ ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നത് കൊണ്ട് എനിക്ക് ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ വിശ്വസിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു വാല്യൂ കുറച്ച് കാണുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്ന് പറയുന്ന മറ്റേ ആ ഒരു ഡയലോഗ് പോലെ അല്ല ഇത് കൃത്യമായിട്ട് ഞാൻ അവരുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ട സമയത്തൊക്കെയും ചേർന്ന് നിന്നിട്ടുണ്ട്. കൈ പിടിക്കേണ്ട സമയത്തൊക്കെ ഞങ്ങൾ അതിന് സിസ്റ്റർഹുഡ് എന്ന് നിങ്ങൾക്ക് വിളിക്കാം. അതിന് WCC എന്ന് വിളിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, സിസ്റ്റർഹുഡ് എന്ന് വിളിക്കാം. അത് എനിക്കൊരു ആവശ്യം അല്ല, എനിക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന സമയങ്ങളിലെല്ലാം ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടുകളുണ്ട്. ചിലപ്പം എൻ്റെ വ്യക്തി നിലപാടിനെ എല്ലായ്പ്പോഴും ചിലപ്പോൾ WCCയുടെ നിലപാടുകളുമായിട്ട് യോജിച്ചു പോകണമെന്നില്ല. അപ്പം അത് ഞാൻ എന്ന വ്യക്തി അതത്ര എന്താ പറയുക, എൻ്റെ ഒരു ചിന്ത ഇതിലും പിന്നെ നമ്മളൊരു ബാധ്യതയാവരുത്. അവർക്ക് നമ്മൾ പിന്നെ ഒരു ബാധ്യതയായി മാറും. എനിക്കെല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അംഗീകരിക്കാൻ പറ്റാത്തിടത്തുനിന്ന് ബഹളം വെക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് നിൽക്കുന്നതാണ് താല്പര്യം. അതാണ് എന്റെ താല്പര്യം. കാരണം നമ്മൾ ഒരാൾക്ക് ബാധ്യതയാവാൻ പാടില്ല. കാരണം ഞാനാണെങ്കിൽ എന്തിനും ചോദ്യം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുമാണ്. അപ്പൊ അവർക്ക് പിന്നെ എന്നെ എടുത്ത് അവർക്ക് അതൊരു ബാധ്യതയാവാൻ പാടില്ല. റത്തീനയുടെ സെറ്റിൽ WCC ഉന്നയിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം റത്തീനയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ സെറ്റിൽ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ഞാനതാ പറഞ്ഞത്, എനിക്കൊരു നിലപാടുണ്ട്. അത് എല്ലാ നിലപാടും WCCയോട് ചേർന്ന് പോകുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ എനിക്കും എൻ്റെ കാഴ്ചപ്പാടിന് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എൻ്റെ സെറ്റിൽ അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ചെയ്തെന്ന് അങ്ങനെ ചെയ്യില്ലോ. ഒന്നാമത് അതിന് ഞാൻ വിടില്ല. കാരണം അതെൻ്റെ ഒരു പ്രൊഡക്ഷൻ. ഞാൻ ഇത്രയും കാലം വന്ന വഴികളും ഒക്കെയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം ആരും എൻ്റെ സെറ്റിൽ വെച്ച് അങ്ങനെ ഒരു ഇതിന് മുതിരുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പം പെരുമാറ്റം പോലും ഞാൻ പറയും, അങ്ങനെ പെരുമാറരുത്, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പോലും ഞാൻ എൻ്റെ ADsനോട് പോലും പറയും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ WCCയുടെ ഭാഗമാവണമെന്നൊന്നുമില്ല. ഞാനൊരു സ്ത്രീയാണ്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. മറ്റു സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരെ എന്താ പറയുക ചേർത്ത് നിർത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് വിട്ടുകൊടുക്കുന്നത്? അതിന് WCC ആവണമെന്നൊന്നുമില്ല. അത് വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ല. തീർച്ചയായും സർക്കാരിന്റെ ഒരു ഇടപെടൽ കൊണ്ടല്ലാതെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നുള്ള സ്ഥിതിയുണ്ടോ? അതിപ്പം സിനിമയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, അല്ലേ? ഇവിടെ ക്രൈം നടക്കുന്ന, സ്ത്രീകൾക്കെതിരെ ക്രൈം നടക്കുന്ന ഇടം സിനിമ മാത്രമല്ല. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ നിന്ന് ഹർഷൻ പറയുമ്പോൾ സിനിമയിൽ മാത്രമല്ല. അപ്പം നമ്മൾ പല മേഖലകളിലും പലയിടത്തും പോകുന്നുണ്ട്. എല്ലായിടത്തിലും സ്ത്രീകൾക്കെതിരെ അത്ര രസകരമല്ലാത്ത ചുറ്റുപാടുകൾ തന്നെയാണ്. പല തൊഴിലിടങ്ങളിൽ
പല തൊഴിലിടങ്ങളിലും. അതിൽ തൊഴിലിടമായിട്ട് അംഗീകരിക്കാത്ത ഒരു ഇടം എന്ന് പറയാൻ പറ്റാത്ത ക്ലോസ് ഉള്ള ഒരു സ്ഥലമാണ് സിനിമ, അല്ലെ? അതാണ് അതിന്റെ മേജർ, അതിൽ അന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രധാന പോയിന്റ് അതായിരുന്നു. അതൊരു തൊഴിലിടം ആയിട്ട് നമുക്ക് സിനിമയുടെ, കാരണം ഓരോ ലൊക്കേഷൻ ഓരോ സ്ഥലത്തായിരിക്കും. അപ്പം എവിടെയാണ് നിങ്ങളെ തൊഴിലിടം ഒന്ന് പറയാനില്ല. അപ്പം അങ്ങനത്തെ ഒരു നമ്മുടെ നിയമ വ്യവസ്ഥയിൽ അങ്ങനെ ഒന്ന് ഉണ്ടാവുമ്പോൾ അത് സർക്കാർ തന്നെ ഇടപെട്ടാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ തൊഴിലിടത്തിൽ ഇല്ലാത്തവരാണ്. അപ്പം അത് ഉണ്ടാവണമെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ തന്നെ വേണം ആ തരത്തിൽ നോക്കിയാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് എന്തിനാണ് ഒരു സർക്കാർ, നമുക്ക് എന്തിനാണ് ഒരു ഭരണ വ്യവസ്ഥ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ. മലയാളത്തില് ഞാൻ ഈ WCCയുടെ ഒക്കെ വരവിന് ശേഷം പ്രകടമായി കണ്ട ഒരു കാര്യം, അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മലയാളത്തിലെ നടന്മാർ നേരിട്ടുള്ള ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയുന്നത് വളരെ അപൂർവമാണ്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പൊതുവെ മലയാളത്തിലെ നടന്മാർ പറയാറില്ല. പൊളിറ്റിക്കലായ ചോദ്യങ്ങൾക്ക് മലയാളത്തിലെ നടന്മാർ പ്രത്യേകിച്ച് മറുപടി പറയാറില്ല. പരമാവധി അത് ഒഴിവാക്കി വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് കാണാറുള്ളത്. പക്ഷെ മലയാളത്തിൽ നടിമാർ, ഇപ്പോൾ ഞാൻ റത്തിനോട് ചോദിക്കുന്നു, ഇതുവരെ വളരെ സ്വാഭാവികമായി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പോലും നടന്മാരൊരു വിമുഖത കാണിക്കുമ്പോൾ, പക്ഷേ സ്ത്രീകൾ, മലയാള സിനിമയിലെ സ്ത്രീകൾ അതിനൊക്കെ എന്തിനും മറുപടി പറയാനുള്ള കരുത്ത് കാട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മലയാള സിനിമയിൽ മാത്രം? ഇപ്പോൾ തമിഴിൽ നോക്കിയാൽ, തെലുങ്കിൽ നോക്കിയാൽ, കന്നഡത്തിൽ നോക്കിയാലൊക്കെ ആക്ടേഴ്സും വളരെ കൃത്യമായി കാര്യങ്ങൾ, വളരെ സ്ട്രെയിറ്റ് ആയി കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് മലയാളത്തിലില്ല? അല്ല, ഈ നടന്മാരുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. എന്നാലും മലയാളത്തിലെ മൊത്തം നടന്മാർക്ക് ഒരുപോലെ വ്യക്തിപരമായ ഒരു സ്വഭാവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് എനിക്ക് പറയാം. അതായത് അത് കേരളത്തിലെ സ്ത്രീകളുടെ പ്രത്യേകത തന്നെയാണ്. കാരണം കേരളത്തിലാണ് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനത്ത്, എനിക്ക് അറിയില്ല എത്രത്തോളം ഡാറ്റ വൈസ് അത് ഓക്കെയാണെന്ന്, പക്ഷെ പോപ്പുലേഷൻ വൈസ് നമ്മൾ കേരളമാണ്. വിദ്യാഭ്യാസപരമായിട്ട് അതിന്റെ പെർസെന്റേജ് എടുത്ത് നോക്കിയാലും, നമ്മുടെ എന്താ പറയാ വിജയ ശതമാനങ്ങൾ എടുത്ത് നോക്കിയാലും സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. റാങ്ക് എടുത്ത് നോക്കിയാലും സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പം ഒരു എൻട്രൻസ് ഇതോ അല്ലെങ്കിൽ എന്തൊന്നും എടുത്ത് നോക്കിക്കോളൂ, അതിൽ ഇപ്പം ഒരു റാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികളുടെ ഇത് കാണാറുണ്ട് നമ്മള്. അത് നമ്മൾ ഇവിടെയുള്ള സ്ത്രീകൾ എപ്പോഴും ഒരു പടി മുന്നിൽ തന്നെയാണ്. അവർക്ക് അതിന്റെ ഇപ്പൊ മമ്മൂക്ക തന്നെ അക്ഷരനോട് പറഞ്ഞല്ലോ, ഇച്ഛാശക്തിയും മറ്റേ ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയും ഉള്ളവരാണ് അവരെന്ന് പറയുന്നിട്ടുണ്ട് മമ്മൂക്ക തന്നെ. അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീകൾ എന്തുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കില്ല. അത് നമ്മുടെ സിസ്റ്റത്തിൽ അതുണ്ട്, കേരളത്തിലെ സ്ത്രീകളിൽ അതുണ്ട്. അവർ വിദ്യാഭ്യാസപരമായിട്ടും അറിവിന്റെ കാര്യത്തിലും ഒക്കെ മുന്നിട്ട് തന്നെയാണ്. അപ്പോ അത് പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ നടന്മാർ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് നടന്മാരെ മാത്രം പറയേണ്ട കാര്യമില്ല, പൊതുവെ ഉള്ള അവസ്ഥ അതാണ്. ഈ പറഞ്ഞ ഒരു പുരുഷാധിപത്യ ബോധം പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടില്ലാത്ത ഒരു സമൂഹമാണ്. എന്നാൽ സ്ത്രീകൾ വളരെ മുകളിലേക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ, അവരുടെ ചിന്താപരമായ ശേഷിയെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള ചില പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെയാണ് ഒരുപക്ഷെ നമ്മൾ കാണുന്നതെന്ന് കരുതാം. അല്ല, ഇതിപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് വിദ്യാഭ്യാസപരമായിട്ടെന്ന് പറയുമ്പോൾ പോലും ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വിജയ ശതമാനമൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ ജോലി സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് സ്ത്രീകൾ കുറയുന്നു എന്നതിനെ കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ ഒരു ദിവസം വായിച്ചിരുന്നു. അതിനെക്കുറിച്ച് അതും ഉണ്ട് ഇവിടെ കേരളത്തിൽ, അതും ഉണ്ട്. അതായത് എല്ലാം ഉണ്ട്. ഇതൊക്കെ തെരഞ്ഞ സ്ത്രീകൾ എന്തുകൊണ്ട് അതായത് തൊഴിലിടങ്ങളിൽ എണ്ണം കുറവായിട്ടിരിക്കുന്നു. അതാണ് പ്രശ്നമുണ്ട്. നമുക്ക് കൂടുതൽ അതിലേക്ക് പോകണ്ട, നമുക്ക് സിനിമയിലേക്ക് കുറച്ച് തിരിച്ചു വരാമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ചില ക്യാരക്ടേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ദ്രൻസിന്റെ കഥാപാത്രമാണ്. കുറച്ച് സമയമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നത് 2 സീനിലോ 3 സീനിൽ കൂടുതലില്ല, 2 സീനിലേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നുള്ളത് പറയാതെ പോകാൻ പറ്റില്ല. അതുപോലെ കുഞ്ചന്റെ കഥാപാത്രം, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ സിനിമയിൽ? ഇത് അവരുടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം അർഷദ് ഖാദിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഞങ്ങൾ ഒരുപാട് ചർച്ചകളിലാണ് ഓരോന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ പരിമിതമായ, എനിക്ക് അവിടെയൊക്കെ വളരെ സ്ക്രിപ്റ്റിൽ വളരെ കുറച്ച് സമയമേ അവിടെയൊക്കെ ഉള്ളൂ. അപ്പം അത് കൃത്യമായിട്ട് ആളുകളിൽ എത്തണം. ആ മാത്തച്ഛനെ ഇയാൾ എത്രത്തോളം മാത്തച്ഛൻ എന്ന ആ കഥാപാത്രത്തിനെ അയാളുടെ കൂടെ ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ്. അയാൾ അത്രയും ഇതുള്ള ഒരാളാണ്. അപ്പം
ആ ആളിനെ പോലും ഇയാൾ എത്ര ഒരു ദിവസത്തെ ഇയാൾക്കൊരു സംശയത്തിന്റെ പേരിൽ അയാളങ്ങ് ഒഴിവാക്കുകയാണ്, ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ. അതിന് എനിക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഈ പറയുന്ന 2 സീനേ ഉള്ളൂ. അത് പ്രേക്ഷകരിലോട്ട് എത്തണമെങ്കിൽ അത് കാണുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ഒരു ഇതും ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ആള് എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പം ഇന്ദ്രൻ ചേട്ടൻ്റെ മുഖമാണ് ആദ്യം മനസ്സിൽ വന്നത്. ഇങ്ങനെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അത് മതി, കൂടുതലൊന്നും പറയണ്ട, പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തു കൊള്ളുന്നു, അത് കൃത്യമായിട്ട് വരും എന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ചപ്പം പുള്ളി സന്തോഷപൂർവ്വമോ അതിനെന്താ മോളെ എന്നുള്ള ഒരു സംസാരം, എന്നാ ഞാൻ വരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് അത്രയും വലിയൊരു സീനിയർ നടൻ ഇങ്ങനൊരു കഥാപാത്രം, ഈ പറഞ്ഞ 2 സീൻ കഥാപാത്രം വന്ന് ചെയ്യാൻ അത് ഗംഭീരമായിട്ട് ചിരിക്കുന്നതൊക്കെ വളരെ എന്താ പറയുക ആഗ്രഹിച്ച പോലെയാണ് ഇന്ദ്രൻ ചേട്ടൻ തന്നത്. ഇവരെല്ലാവരും തമാശ പറഞ്ഞിരിക്കുമ്പോഴും പുള്ളി അതങ്ങനെ പുള്ളിയെ കൊണ്ടാണ് പറയുന്നതെന്ന് അറിയാതെ ചിരിക്കുന്നതൊക്കെ വളരെ വളരെ നന്നായിട്ട് ഇന്ദ്രൻ ചേട്ടൻ അത് തന്നു. അതേപോലെ തന്നെയായിരുന്നു കുഞ്ചൻ ചേട്ടനെ വിളിച്ചപ്പോഴും നെടുമുടി വേടൻ ചേട്ടനെ വിളിച്ചപ്പോഴും ഇവരൊക്കെയും സീനിയേഴ്സാണ്. അപ്പം നമുക്കും ഉണ്ടാവുമല്ലോ ഇവരോട് ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു സീനിലോ 2 സീനിലോ 3 സീൻ, പക്ഷെ അവർക്ക് അവർ ചെയ്യുന്ന കഥാപാത്രം എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും അവർക്കത് മനസ്സിലാവുകയും അവരത് വന്ന് എല്ലാം ചോദിച്ച് ഇപ്പം ഇപ്പം ഞാൻ ഒരു പുതിയ ആളാണ്, പക്ഷേ എനിക്ക് അതിനുള്ള എന്താ പറയുക മോളെ എന്താ ചെയ്യേണ്ടത്, എവിടെ നിൽക്കുക, എല്ലാ കാര്യങ്ങളും നമ്മളോടും കൂടെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത് നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇവരോടത്ത് എന്താ പറയുക പ്രവർത്തിക്കാനും. അതുപോലെ നെടുമണി ചേട്ടൻ പറഞ്ഞു എന്നോട്, ഞാൻ വളരെ ഇപ്പം കുറേ വർഷമായിട്ടുള്ളല്ലേ, ഇപ്പം ഈ ആക്ഷൻ എന്ന ഇത് ഒരു എന്താ പറയുക സ്ത്രീ ശബ്ദത്തിൽ കേൾക്കുമ്പം അതിനൊരു മാധുര്യം കൂടുതലാണ്, ഇനിയും ഇതുപോലുള്ള മധുര ശബ്ദങ്ങൾ വരട്ടെ എന്നാണ് പുള്ളി എന്നോട് അവസാനം ഞങ്ങൾ നടത്തിയ കോൺവെർസേഷൻ. അപ്പം അതൊക്കെ നമുക്ക് എൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ്. സിനിമ സ്ലോ പേസിൽ ആദ്യ പകുതിയിൽ തുടങ്ങി 2ാം പകുതിയിലേക്ക് എത്തുമ്പോൾ അതിനൊരു വേഗത കൈവരുന്നു. അത് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെ വേഗത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഈ സിനിമയെ കുറിച്ച്. അത് അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. അതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ആദ്യം ക്യാമറയുടെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ പോലും സ്റ്റാറ്റിക് ആയിരുന്നു. പിന്നെ അങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് ആ കഥാപാത്രത്തിന്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ച് പിന്നെ അവസാനത്തോട് ഷോൾഡർ മൂവ്മെന്റ്സിലോട്ട് വരെ എത്തുന്ന ഒരു പാറ്റേൺ സ്വീകരിച്ചിരുന്നു. അപ്പം ആ ഒരു സ്പീഡും അങ്ങനെ തന്നെയാണ്, കഥയ്ക്കൊപ്പമാണ് സ്പീഡും നമ്മൾ അത് മനഃപൂർവ്വമുള്ള ഒരു. അതുപോലെ എനിക്ക് ആ ഡ്രാമ അവതരിപ്പിക്കുമ്പോൾ നാടകത്തെ ഒരു കാണി എങ്ങനെ കാണുന്നു, ആ കാണിയുടെ ഒരു കാഴ്ചയിലുള്ള ഒരു ഒറ്റ ഫ്രെയിമിനപ്പുറത്തേക്ക് സ്റ്റേജിലേക്ക് വേറൊരു ഫ്രെയിം വെച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം വേണമെങ്കിൽ ഒരു ഇത് ഓരോരുത്തരുടെയും കാഴ്ചക്കാരൻ്റെ ഓരോ തോന്നലാണല്ലോ, ഇത് വേറൊരു തരത്തിൽ ആ ഡ്രാമയെ അവതരിപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ തോന്നാം. ആരെങ്കിലും അത് ചോദിച്ചോ? കുറെ പേര് എന്നോട് ചോദിച്ചു അതെന്താ അവരുടെ ഒന്നും ക്ലോസ് ഒന്നും ഇല്ലാതിരുന്നു, എന്താണ് വേറെ ഷോർട്സ് ഒന്നും ഇല്ല. അതാണ് കാണിയുടെ കാഴ്ച മാത്രമാണ് ഞാൻ അതിൽ ഒരു നാടകത്തിന് ആ ഫുൾ ഫ്രെയിമിൽ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് മനഃപൂർവ്വം തന്നെ അങ്ങനെ വെച്ചതുമാണ്. തക്ഷകൻ എന്ന നാടകം, പുണ്യേട്ടൻ്റെ തക്ഷകൻ എന്ന നാടകം എനിക്ക്, അതായത് കുട്ടപ്പൻ്റെ തക്ഷകൻ എന്ന നാടകം എനിക്ക് അതൊരു സ്റ്റേജിൽ സംവിധാനം ചെയ്ത് എന്താ പറയുക അത് കാണികളിലോട്ട് കൊടുക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ, അന്ന് മുതലേ ഞാൻ ശിവദാസ് ചേട്ടനോട് പറഞ്ഞു, ശിവദാസ് ചേട്ടാ സിനിമ എടുക്കുമ്പോൾ ഒരു നാടകം ഫ്രീ ഞാൻ ശിവദാസ് ചേട്ടനോട് എഴുതി കഴിഞ്ഞ് ഞങ്ങൾ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഞാൻ പറഞ്ഞു, ശിവദാസ് ചേട്ടാ എനിക്ക് ഈ നാടകം സംവിധാനം ചെയ്യാൻ തരുമോ എന്ന് വെച്ചു. നാടകം നമുക്ക് സ്റ്റേജിൽ കളിക്കാം, നമുക്കൊരു സ്റ്റേജിൽ കളിച്ചാലോ ഈ നാടകം എന്ന് പറഞ്ഞു. കളിക്കാലോ അതിനെന്താന്ന് പറയാം. അപ്പം പുള്ളി തന്നെയാണ് ഇതിലെ പാട്ടും ആ തുടക്കത്തിൽ പാടുന്ന പാട്ടും എഴുതിയത്. അതൊരു വലിയൊരു സോങ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് അതിനുള്ള പദ്ധതിയിലാണോ? അല്ല, അത് ഇതുവരെ അതിനെക്കുറിച്ച് ചർച്ച പുറത്ത് ആരോടും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഞാനും ശിവദാസ് ചേട്ടനും നടത്തിയൊരു ചർച്ച പുറത്തേക്ക് പോകുന്നത്. കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. അത് മമ്മൂക്കയോടും മറ്റേ പ്രൊഡക്ഷനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം, അത് ശരി, അവരെന്ത് പറയുന്നു എന്നറിയില്ല. പലതരത്തിലുള്ള വിമർശനം, കാരണം സിനിമ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുന്ന സിനിമ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. അതൊരു വഴിക്ക് നടക്കുമ്പോൾ വിമർശിക്കുന്നവർ പോലും കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ എന്നുള്ളത്. അതങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ മമ്മൂക്കയുടെ ഫാനായ ഒരു സംവിധായികയ്ക്ക് അത് ഡെബ്യൂ സിനിമ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം മെസ്സേജസിലും അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മമ്മൂക്കയെ
ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരുപാട് അതിൽ ചിരിക്കുന്ന ആ കഥാപാത്രത്തിന്റെ എല്ലാ ഭാവങ്ങളും ആളുകൾ കാണുന്നുണ്ട്, അയാളുടെ ഒരു രീതികൾ. അപ്പം ഈ മമ്മൂക്ക ഇത്രയും എന്താ പറയാ ഒരു ഗംഭീരമായിട്ടുള്ളൊരു, അവരെന്താണോ പ്രതീക്ഷിച്ചത്, കാണാൻ ആളുകൾ എന്താണോ കാത്തിരുന്നത്, അവർക്കത് കിട്ടി എന്നുള്ളൊരു വിവരം നമ്മൾ അറിയുമ്പോൾ, അല്ലെ നമ്മളെ അറിയിക്കുമ്പോൾ. തീർച്ചയായിട്ടും തൊട്ട് മുമ്പ് നമ്മളൊരു മമ്മൂക്കയുടെ ഒരു എന്താണ് ആ ഹീറോയിസം ഒക്കെ പൂർണ്ണമായും പുറത്തെടുക്കുന്ന തരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഭീഷ്മപർവം പോലുള്ള സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം വരുന്ന ഈ സിനിമ എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങളെ, അങ്ങനെ സൂക്ഷ്മാഭിനയ മുഹൂർത്തങ്ങളെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ള പ്രത്യേകത. അത് മാത്രം ഒരു എന്താണ് ഒരു ഇന്റർനാഷണൽ സ്വഭാവമുള്ള ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കൃത്യമായി കാണാൻ ഒരിക്കൽ കൂടി മലയാളിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അക്കാര്യത്തിൽ ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള നിലയിൽ എന്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇത് തന്നെയാണ് ഒരുവിധം എല്ലാവരും പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം മമ്മൂക്ക ഫാനായിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയതും അദ്ദേഹത്തിന് ഏറ്റവും എന്താ പറയുക, നമ്മൾ അഭിനയ മുഹൂർത്തത്തിനെ അദ്ദേഹത്തിൻ്റെ നടനെയും ആളുകൾ എന്താ പറയുക അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ അതാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്, അതാണ് അറിയാൻ ആഗ്രഹിച്ചത്. റത്തിൻ, എന്തായാലും ആദ്യ സിനിമ ഈ മട്ടിലാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ കലാമൂല്യം ചർച്ച ചെയ്യുന്നു, അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അതിലെ കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ, വേണമെങ്കിൽ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവാർഡ് പടം എന്നുള്ള മട്ടിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ. അപ്പൊ ഈ ജോണറിലുള്ള സിനിമകളായിരിക്കുമോ ഇനി റത്തിനെ അങ്ങോട്ട് ചെയ്യുക? ഇല്ല, ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ എപ്പോഴും നമ്മളെ മനസ്സിൽ നമ്മൾക്കൊരു വിഷ്വൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇതിനെ കുറിച്ച്. അതെപ്പോഴും മറ്റേ തിയേറ്ററിൽ വിസിലടിക്കുന്ന, കൈകൊട്ടുന്ന അങ്ങനത്തെ, ഞാൻ എന്താ പറയുന്ന ഒരു മാസ് പടങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി അത് അങ്ങനെയുള്ള സിനിമകളും ഒക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ ഒരു ടൈപ്പിലുള്ള പടങ്ങൾ മാത്രം, ആക്ഷൻ പടങ്ങൾ ഇനി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ള സിനിമകൾ ചെയ്യണം എന്നൊക്കെ, അതാണ് ആഗ്രഹം.